നല്ലവരെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ഇത് എവിടെയാണല്ലേ? ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഖത്തറിൻ്റെ ഒരു കേരളം അല്ലെങ്കിൽ നമ്മുടെ ആലപ്പുഴയൊക്കെ പോലെ തന്നെ നമുക്ക് തോന്നിക്കുന്ന ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ഇത് പർപ്പിൾ ഐലാൻഡ് എന്നറിയപ്പെടും. ഫുള്ളായിട്ട് നമ്മുടെ എന്താ പറയുന്നത് കണ്ടൽ കാടുകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. എൻ്റെ കൂടെ കുറേ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം നല്ല കിടിലം വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാ ഓരോരുത്തരെ ഞാൻ പരിചയപ്പെടുത്താം. ജോയ്സ് ഇവിടെ ഉണ്ട്. ഇത് ജോയ്സിൻ്റെ ഫ്രണ്ടാണ്. ഇതാ ചേച്ചി കുഞ്ഞിനെയൊക്കെ എടുത്തിവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഭഗവതി ചേച്ചി ഇവിടെ ഉണ്ട്. ഇതാ ഭഗവതി ചേച്ചിയുടെ കുഞ്ഞ് കൂട്ടു. ശിവചേട്ടൻ, ബിചേട്ടാ ഒന്ന് നോക്കിയോ ഇങ്ങോട്ട്. ഇവിടെ ഒരാളും വെള്ളത്തിൽ ഇങ്ങനെ നൈസായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാലൊക്കെ കഴുകി വൃത്തിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാ തണുക്കുന്നു. അപ്പം ഉദയം കാണാൻ വേണ്ടി ഒരുപാട് പേര് വിട്ടിരിക്കുന്നത്, പക്ഷെ നന്നായിട്ടൊന്നും കാണാൻ പറ്റില്ല. എന്നാലും അവിടെ ഉദിച്ച് നിൽക്കുന്നുണ്ട്. ഇതാ എന്താണേലും ഒരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. ശിവചേട്ടാ കുഞ്ഞിന്റെ വിചാരം അവിടെ ഇത് വക്ര ബീച്ചാന്നൊക്കെയാ കൊച്ചിന്റെ വിചാരം. അയ്യോ ശരിയായിട്ട് നിന്ന് കുഞ്ഞിനെ വെള്ളത്തിൽ ഇറക്കാതെ ഒരു പരിപാടി നടക്കൂല കേട്ടോ. ഈ ചള്ള മണ്ണ് താഴ്ന്ന മണ്ണാ ഇങ്ങോട്ടോ ചോദിച്ചാ. ഇല്ല ഇത് കാണും. അതല്ല ഇതേടെ നോക്കി പോണേ. തണുപ്പുണ്ടോ കുഞ്ഞു? തണുപ്പുണ്ടോ കുഞ്ഞു? കുഞ്ഞു നടക്കുന്നുണ്ടോ? കുഞ്ഞു കുഞ്ഞു നടക്കുന്നുണ്ടോ കുഞ്ഞു? ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. സൂര്യൻ ഉദിക്കുന്ന സമയത്തും അതുപോലെ നമ്മൾ അസ്തമിക്കുന്ന സമയത്തും ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു പർപ്പിൾ കളറിൽ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇതിന് ശരിക്കും പർപ്പിൾ ഐലാൻഡ് എന്ന് പേര് വന്നത്. പർപ്പിൾ കളറുള്ള ഒരു പൂക്കളുണ്ട്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടാണ് ഇവിടെ ഈ കളർ വരുന്നത് തന്നെ. അപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടൽക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകൾ കൃഷി ചെയ്ത് വെച്ചേക്കുകയാണ് കേട്ടോ. ശരിക്കും വളരെ മനോഹരമാണ്. അതുപോലെ ചെറിയ ചെറിയ മുട്ടക്കുന്നുകളൊക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടാ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഇവിടെ വന്നിട്ട് കുക്ക് ചെയ്യുകയും ഫുഡ് കഴിക്കുകയും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നത് നമുക്കവിടെ കാണാൻ പറ്റുമേ. ടെൻ്റൊക്കെ അടിച്ചിട്ട് രാത്രിയിൽ ഫുള്ളായിട്ട് ഇവിടെ അവർ സ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ. അവർ ശരിക്കും ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി ഇവിടെ തന്നെ കുക്കിംഗ് ഒക്കെ ചെയ്ത് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. അതുപോലെ നമ്മളിവിടെ രാത്രി വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പാമ്പുണ്ടാവും കേട്ടോ. ഈ മണ്ണിൻ്റെ കളർ തന്നെയുള്ള പാമ്പുണ്ടാവും, നല്ല വിഷമുള്ള പാമ്പാണ്. അപ്പം അത് എപ്പോഴും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഭയങ്കര അപകടമുള്ളൊരു കാര്യമാണത്. അതൊന്ന് ശ്രദ്ധിച്ചോളുക ഇവിടെ വരുന്ന ആൾക്കാർ.
നട്ടുപിടിപ്പിച്ചേക്കുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെ തോന്നുന്നു കേട്ടോ. നമ്മുടെ നാട്ടിൽ ശരിക്കും ആലപ്പുഴയിലൊക്കെ ചെന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടുന്നത്. ഇതുണ്ട് ചെറിയ ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ രാവിലെ മോർണിംഗ് ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ കയാക്ക് നടത്തുന്ന ആൾക്കാരെ അവിടെ കാണാനായിട്ട് പറ്റും നമുക്ക് ദൂരെ. അതാ കറക്റ്റായിട്ട് കിട്ടും. ഉണ്ട് ഓക്കെ. അവർ കയാക്ക് നടന്ന ടീമുകളാണ്. ഇവിടെ നമ്മൾ വന്നിട്ട് 200 റിയാലാണ് പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ 200 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് കയാക്ക് നടത്താനായിട്ട് പറ്റും. അടിപൊളി സെറ്റപ്പാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കുഞ്ഞു കുട്ടു ഇവിടെ മല കയറി വരുന്നുണ്ട് നൈസായിട്ട് എൻ്റെ പുറകെ. എങ്ങനെയുണ്ട് കിട്ടു? പ്ലേസ് എങ്ങനെയുണ്ട്? വീടല്ലേ പോര് ഇങ്ങോട്ട് പോര്, കയ്യെ പിടിച്ചു പോര്. കമാൺ കമാൺ കമാൺ. പിന്നെ ചെറിയ തണുപ്പുണ്ട്. ഇവിടുത്തെ വെള്ളത്തിനൊക്കെ വെള്ളമൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. അതുപോലെ സംഭവം കിട്ടുകയാണ്. അപ്പം നമ്മുടെ ഖത്തറിലുള്ള ഫ്രണ്ട്സൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ ഒന്ന് വന്ന് എൻജോയ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ മോർണിംഗ് ഒക്കെ ഒരു തണുപ്പും